الحمد لله الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഅ്തികാഫ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അവന്റെ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു തആല നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഈമാനും തഖ്വയും നൂറും കൊണ്ട് നിറച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിന്റെ തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും രോഗികളുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സൂറത്തുൽ ഹുജറാത്തിലെ വളരെ പ്രസക്തമായ ഒരു ആയത്താണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ പരാമർശിക്കുന്നത്. നമ്മുടെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ എല്ലാവരുടെയും ആവേശവും ഓരോരുത്തരുടെയും താല്പര്യങ്ങളൊക്കെ ജ്വലിച്ചു നിൽക്കുന്ന, രക്തം തിളച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ, ഏതാനും ദിവസങ്ങൾ മാത്രമായിരിക്കെ നാമനിർദ്ദേശ പത്രികകളൊക്കെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പ്രവേശിക്കുമ്പോൾ രക്തവും ചൂടാകുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ നാട്ടിലും പല നാടുകളിലും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ചേരിതിരിഞ്ഞും അടിപിടിയും ചെറിയ അഭിഷേകങ്ങളൊക്കെയാണ്. മനുഷ്യർക്ക് വേണ്ടത് സ്ഥാനമാണ്. ജനങ്ങൾക്ക് സേവനം ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറി ജനങ്ങൾക്ക് മുമ്പിൽ ഷൈൻ ചെയ്യുക, ആളാവുക എന്ന ഒരവസ്ഥയിലേക്ക് മനസ്സ് മാറിയാൽ ഉണ്ടായേക്കാവുന്ന വലിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊരു ബോധം നമുക്ക് വേണം. ഗ്രാമസഭയും നഗരസഭയും നിയമസഭയും ലോകസഭയും രാജ്യസഭയും അല്ല നമ്മുടെ സഭ, മഹ്ശറ വൻ സഭയാണ്. ഈ സഭകളിലേക്കുള്ള വിജയങ്ങളല്ല അന്തിമം. മഹ്ശറ വൻ സഭയിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. മഹ്ശറ വൻ സഭയിൽ തോറ്റാലും കുഴപ്പമില്ല, എൻ്റെ ഗ്രാമസഭയിൽ ജയിച്ചിട്ടിയാൽ മതി എന്ന ചിന്തയിലാണ് ഇപ്പോൾ പല ആളുകളും ഉള്ളത്. ഈ അവസ്ഥയിൽ നമ്മൾ ഓർക്കേണ്ടത് വിട്ടുവീഴ്ച ചെയ്യാനും മറക്കാനും പൊറുക്കാനും ബന്ധങ്ങൾ സൂക്ഷിക്കാനും സൗഹൃദം കാത്തു സൂക്ഷിക്കാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഒരു കാരണവശാലും വിശ്വാസികളുടെ മനസ്സുകൾ തമ്മിൽ അകന്നു പോകാൻ പാടില്ല. അകന്നു പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടായാൽ ഉടനെ തന്നെ പക്ഷാതപിക്കുകയും വിളക്കി ചേർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദൻ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹമ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. ചത്തുപോയ മൃഗത്തിന്റെ ശവത്തെ നിങ്ങൾ തിന്നോ? ചത്തുപോയ ചീഞ്ഞു നാറുന്ന ദുർഗന്ധം വമിക്കുന്ന മലീമസമായ ഒരു ശവം പച്ചക്കെങ്ങനെ നിങ്ങൾ തിന്ന് അറപ്പും ഉറുപ്പും അതിനോട് പുച്ഛവുമാണെങ്കിൽ ഇതുപോലെ അറപ്പായിരിക്കണം ഒരു മനുഷ്യന്റെ മാംസം കൊത്തിവലിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. ശവത്തിന്റെ മാംസം തിന്നൽ നിങ്ങൾ വെറുക്കുന്ന പോലെ വിശ്വാസികളെ മാംസങ്ങൾ തിന്നരുത് എന്ന്. എന്നാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ ആളുകളുടെ മനുഷ്യ മാംസം കൊത്തിവലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക വിജയത്തിന് വേണ്ടി, സ്ഥാനലബ്ധിക്ക് വേണ്ടി എന്ത് നെറുകെട്ടതും ചെയ്യാം, വോട്ട് പെട്ടിയിലാക്കാൻ എന്തും ചെയ്യാമെന്ന ചിന്തയിലേക്ക് നമ്മൾ തരം താഴ്ന്നു പോകരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അഹബിബ ഹബീബക ഔ നമ്മ അസാ അൻ യകൂന ബഗൈലക യൗമമ്മ. രാഷ്ട്രീയപരമായി ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ ആത്മമിത്രം ഒരുപക്ഷെ നാളത്തെ കഠിന ശത്രുവാകും.
ഇന്നത്തെ കഠിന ശത്രു നാളത്തെ ആത്മമിത്രമായി മാറും. അതുകൊണ്ട് പറയുമ്പോൾ ഒരു ലിമിറ്റ് വെക്കണം. ഇന്നത്തെ ശത്രു നാളെ മിത്രമാകുമ്പോഴും അവന് ഇന്ന് പറഞ്ഞതൊക്കെ മറക്കാൻ കഴിയണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളരെ വലിയ ജാഗ്രതയും ഒരുമയും ഉണ്ടാവേണ്ട ഈ സന്ദർഭം SIR കൂടുതൽ അതിൻ്റെ പരിഷ്കരണങ്ങളിലൂടെ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സത്യപ്രതിജ്ഞ നടത്തി ചെയ്തു. വർഗീയ ശക്തികൾ വൻ ഭൂരിപക്ഷം നേടി SIR ഇവിടെ നടപ്പിലാക്കി. ലക്ഷക്കണക്കായ പാവങ്ങൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയി. എന്നാൽ നമ്മുടെ ഈ നാടുകളിലും നമ്മുടെ പ്രദേശങ്ങളിൽ പോലും ലാഘവത്തോടെ കാണുന്ന ചില ആളുകളുണ്ട്. 2002 വോട്ടർ ലിസ്റ്റിൽ വാപ്പാൻ്റെയും ഉമ്മാൻ്റെ ഒന്നും പേരില്ലെങ്കിൽ പുറത്താക്കുമെന്നൊക്കെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്, ഈ ഇപ്പം നമ്മൾ റെഡിയാക്കുന്ന രേഖകൾ ഇനി NRC നടപ്പിലാക്കുകയാണെങ്കിൽ പോലും പരിഗണിക്കപ്പെടുക ഇതായിരിക്കും. അതുകൊണ്ട് ഇത് ലാഘവത്തോടെ കാണാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ എടുത്ത് എല്ലാവരും അവരുടെ രേഖകൾ ശരിയാക്കാനും ഈ നടപടികളൊക്കെ പൂർത്തിയാക്കാനും ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചതാണ്. കാരണം അത്തരമൊരു ഘട്ടത്തിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വർഗീയത അടിച്ചിറക്കുന്നുവോ അവർക്കാണ് ഇന്ന് വിജയം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹിലാരിയും തമ്മിൽ മത്സരം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അറിയാം, അശ്ലീലതയുടെ, അസാൻമാർഗികതയുടെ, ലൈംഗികതയുടെ, കുത്തഴിഞ്ഞ വൃത്തികേടിൻ്റെ എല്ലാ രംഗത്തും സജീവമായ ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന്. പക്ഷെ പച്ചക്ക് വർഗീയത പറയുകയും ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്കെതിരെ ശക്തമായി നടപടിയെടുക്കുകയും മുസ്ലിമീങ്ങൾ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ അതൊക്കെ ജനങ്ങൾ മറന്നു. ഇതാണ് വിഷയം. സ്ത്രീ ലംബടനാണെന്നും കുത്തഴിഞ്ഞ ലൈംഗിക ആസക്തിയുടെ ഏറ്റവും വൃത്തികെട്ട രൂപമാണെന്നൊക്കെ ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്, തെളിവുമുണ്ട്. കോടതി അത് ശിക്ഷിച്ചതുമാണ്. അതൊക്കെ നടന്നാലും ശരി, എത്രത്തോളം പച്ചക്ക് വർഗീയത കുത്തിവെക്കുന്നു അവർക്ക് വോട്ട് കൊടുക്കുക. ആയിരക്കണക്കായ മനുഷ്യന്മാരെ ചുട്ടുകൊന്ന ഗുജറാത്തില് മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞു എന്നും മുസ്ലിമീങ്ങളെ വംശഹത്യ നടത്താൻ പരിശ്രമിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അയാളെ ലോകത്തെ ഏറ്റവും വലിയ ആളാക്കി മാറ്റാൻ. വേറെ ഒരു യോഗ്യത ഇല്ലെങ്കിലും പ്രാപ്തി ഇല്ലെങ്കിലും എത്രത്തോളം മുസ്ലിമിനെതിരെയും ഇസ്ലാമിനെതിരെയും തെറിയകൾ നടത്തുന്നു, ആക്ഷേപങ്ങൾ നടത്തുന്നു, അതാണ് വിജയത്തിന്റെ മാനദണ്ഡം. അതിന് കലാപം സൃഷ്ടിക്കുക അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കുക, ആ ഒരു ലോകത്ത് നമ്മൾ എപ്പോഴും ആത്മസംയമനവും സഹിഷ്ണുതയും പാലിക്കുകയും മറ്റുള്ളവരുടെ സഹാനുഭൂതി കിട്ടാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. പന്നിയെ പിടിക്കാൻ നായനെ ഉപയോഗിക്കാറുണ്ട്. പന്നിയേക്കാൾ നായ ഉഷാറായതുകൊണ്ടല്ല. പന്നിയുടെ ശല്യം ഇല്ലാതിരിക്കാൻ പന്നിയേക്കാൾ മോശം അല്ലല്ലോ നായ. അതുകൊണ്ട് പന്നിയുടെ ശല്യം ഇല്ലാതിരിക്കാൻ നായനെ വളർത്തുന്ന പോലെ കൂടുതൽ വിഷം ചീറ്റുന്നവരെ പ്രതിരോധിക്കാൻ വിഷം കുറച്ച് ചീറ്റുന്ന ആൾക്കാരെ കൂട്ടിപ്പിടിക്കുക എന്ന തത്വമുണ്ട്. നായ്ക്കാട്ടത്തെക്കാളും നല്ലത് പൂച്ചക്കാട്ടമാണെന്ന് കാരണന്മാർ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പും നമ്മുടെ ഐക്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാവരെയും കൂട്ടുപിടിക്കേണ്ട സാഹചര്യത്തിൽ കൂട്ടുപിടിക്കേണ്ടി വരും. അതെന്തിനാന്ന് വെച്ചാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ്. ഈ സമയത്ത് നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളെ മുസ്ലിം സമുദായം ഇപ്പോൾ നമ്മൾ ബാങ്ക് വിളിക്കുന്നു, ഖുതുബ ഓതുന്നു, പള്ളിയിൽ നിസ്കരിക്കുന്നു. നമ്മുടെ ഇസ്ലാമിക ചിഹ്നങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ അവശേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ചൈനയിലൊക്കെ പേര് പോലും മുസ്ലിമാണ് തോന്നാൻ പാടില്ല. അറിയോ? പേര് അബൂബക്കർ, ഉസ്മാൻ അങ്ങനത്തെ പേരിടാൻ പറ്റൂല. പേരിൽ അവൻ മുസ്ലിമാണെന്ന് തോന്നരുത്. അങ്ങനത്തെ പേരിടാം. മുസ്ലിമൊക്കെ ആകാം, നിസ്കരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ പേര് മുസ്ലിം എന്ന് തോന്നാൻ പാടില്ല. ചില രാജ്യത്ത് മുസ്ലിമൊക്കെ ആകാം, വേഷത്തിൽ അവൻ മുസ്ലിമാണെന്ന് തോന്നാൻ പാടില്ല. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് സെക്യുലറിസം എന്താണ്? എല്ലാവർക്കും അവരുടെ മതത്തിന്റെ ചിഹ്നങ്ങൾ കൊണ്ടുനടക്കുക. അതാണ് ഈ നമ്മുടെ ഇന്ത്യയുടെ മതേതരത്വം. പാശ്ചാത്യ രാജ്യങ്ങൾ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താ? ഏത് മതവും ആകാം, പക്ഷേ വേഷത്തിലും ചിഹ്നത്തിലും കർമ്മങ്ങളിലും അത് കാണാൻ പാടില്ല. ഇവിടുത്തെ നേരെ മറിച്ചാണ്. ഏത് വ്യക്തിക്കും അവൻ ഇഷ്ടമുള്ള മതവും ഇഷ്ടമുള്ള വേഷവും ഇഷ്ടമുള്ള സംസ്കാരങ്ങളും ഒക്കെ സ്വീകരിക്കുക. അതാണ് ഇവിടുത്തെ മതേതരത്വം. അവിടെ ഏത് മതം സ്വീകരിക്കുക, പക്ഷേ വേഷത്തിനും കോലത്തിനും രൂപത്തിനും പേരിലും ഉണ്ടാകാൻ പാടില്ല. ചൈനയിൽ ആ പേര് പോലും പാടില്ല. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യത്തെ മതേതരത്വം അങ്ങനെ കൈക്കൂടെ? നമ്മളത് ചിന്തിക്കണം. അങ്ങനെ ഒരു നിയമത്തിന് നമ്മൾ വിധേയരാവുകയാണെങ്കിൽ നമ്മൾ വളരെ ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷം കൊണ്ട് വിജയിക്കുകയാണെങ്കിൽ വോട്ടെടുപ്പിലൂടെയും മറ്റുമൊക്കെ ഭൂരിപക്ഷത്തിന്റെ അജണ്ടകൾ നടപ്പിലാകും. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? അവരുടെ സഹാനുഭൂതിയും അവരുടെ സ്നേഹങ്ങളും പിടിച്ചു പറ്റാൻ നമുക്ക് സാധിക്കണം. ഒരു ഉഭയകക്ഷി ഒരു നല്ല ഒരു സംയമനത്തിലൂടെയും ഒരു നല്ല രഞ്ജിപ്പിലൂടെയും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായ നീക്കങ്ങളായിരിക്കണം നമുക്ക് വേണ്ടത്, വികാരങ്ങളുടെ വേലിയേറ്റമല്ല എന്നർത്ഥം. ഇപ്പൊ നമ്മൾ ഇവരൊക്കെ കൊണ്ടുനടക്കുന്നു. എന്താ കാരണം? നമ്മുടെ രാജ്യത്തിന് കിട്ടിയ വലിയ സ്വാതന്ത്ര്യം എന്താ? മുസ്ലിമീങ്ങൾക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ്.
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് ഇൻ സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ് ഫ്രീഡം ഓഫ് ലിബർട്ടി, ലിബർട്ടി ഓഫ് തിങ്കിങ്, ഫ്രീഡം ഓഫ് റിലീജിയൻ, അതുപോലെ ഫെയ്ത്ത് എല്ലാം നമുക്കുണ്ട്. ഭരണഘടന നമുക്ക് അനുശാസിക്കുന്ന 7 ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഏറ്റവും വളരെ പ്രാഥമികമായ 7 അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു തരാൻ. അത് മാറ്റാൻ ലോകസഭക്കും കഴിയൂല, രാജ്യസഭയ്ക്കും കഴിയൂല, കോടതിക്കും കഴിയൂല. നമ്മൾ ചിന്തിക്കണം. ഫണ്ടമെന്റൽ റൈറ്റ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഈ സുരക്ഷിതത്വം, അത് മാറ്റാൻ ലോകസഭയ്ക്കും കഴിയൂല, രാജ്യസഭയ്ക്ക്, ഒരു കോടതിക്കും ലോകത്ത് കഴിയൂല. ഇത്രയും നമുക്ക് ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ മുസ്ലിമായി തലയെക്കെട്ടും കെട്ടിയിട്ടും അതുപോലെ പള്ളിയും ബാങ്കും നിസ്കാരം ജമാഅത്തും ഉദയത്ത് അറിവായിട്ട് നടക്കുന്നത്. ഇതുകൊണ്ടാണ്, ഈ ഫണ്ടമെന്റൽ റൈറ്റ് ഭരണഘടന നൽകുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഭരണഘടന ഈ സുരക്ഷിതത്വം നമുക്ക് കിട്ടി നമ്മൾ ചിന്തിക്കുന്നോ? ചിന്തിക്കണം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് 1946 നിങ്ങൾക്ക് ചരിത്രം പഠിക്കണം, ചരിത്രം മനസ്സിലാക്കണം. 1946 വൈസ്രോയി ഒരു ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. അന്ന് ഇന്ത്യയിലുള്ളത് 12 സംസ്ഥാനങ്ങളാണ്. അതിൽ 7 സംസ്ഥാനങ്ങൾ ഒരു പാർട്ടിയും 5 സംസ്ഥാനങ്ങൾ മുസ്ലിം സംഘശക്തിയും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കണം, അന്ന് നമ്മുടെ കേരളമൊന്നുമില്ല. അങ്ങനെ രാജ്യത്തൊരു ഒരു ഭരണഘടന ഉണ്ടാക്കണം. അപ്പോൾ നെഹ്റു പറഞ്ഞു, ഒരു ഭരണഘടന നിർമ്മാണ സഭ ഉണ്ടാക്കണം, അതിലേക്ക് മത്സരിക്കണം. അപ്പൊ മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ട് വിധി വരണമല്ലോ, മുസ്ലിം സമുദായത്തിന് അനുകൂലമായ നിയമങ്ങൾ വരണമല്ലോ. അന്ന് ലണ്ടനിൽ പോയി ബ്രിട്ടീഷ് നിയമബിരുദം സ്വീകരിച്ച ദളിതനായ അംബേദ്കറെ ഇതിന് നിയമിച്ചു. പക്ഷെ മത്സരിക്കണം, നിർമ്മാണ സഭയിൽ വിജയിച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഇവിടുത്തെ വർഗീയ ശക്തികളൊക്കെ അദ്ദേഹത്തെ തോൽപ്പിച്ചു, ബംഗാളിൽ തോൽപ്പിച്ചു. മുസ്ലിമീങ്ങൾക്കാണ് വലിയ താല്പര്യമാണ്, അദ്ദേഹം വരണം, അദ്ദേഹം വന്നാലേ മുസ്ലിമീങ്ങൾ അവകാശം കിട്ടുള്ളൂ, അംബേദ്കർ വരണം. അതിന് അംബേദ്കറെ വരാൻ ഇവിടെ സമ്മതിക്കണില്ല. ഇവിടുത്തെ വർഗീയ ശക്തികൾ, വർഗീയതയും ജാതീയതയും മൂത്ത ശക്തികൾ അദ്ദേഹത്തെ വിജയിപ്പിക്കണില്ല, ബംഗാളിൽ തോൽപ്പിച്ചു. മുസ്ലിമീങ്ങൾ വിഷമിച്ചു, ഇനി എന്താ ചെയ്യുക, ഒരാളെങ്കിൽ നമുക്ക് അനുകൂലം വേണ്ടേ. അങ്ങനെ മദുരാശിയെ മത്സരിപ്പിച്ചു, അവിടെയും തോൽപ്പിച്ചു. അംബേദ്കർ നിൽക്കുന്നിടത്തൊക്കെ തോൽപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങൾ വിഷമിച്ചപ്പോൾ അന്നത്തെ ബംഗാളിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സുഹ്റവർദിയോട് അന്ന് ജിന്നാ സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ കഴിയണില്ല, കാരണം വർഗീയ ശക്തികൾ പരാജയപ്പെടുത്താൻ. അതുപോലെ മുസ്ലിമീങ്ങൾ കൂടുതലുള്ള എടുത്ത് അദ്ദേഹത്തെ മത്സരിക്കാൻ അവസരം തരുമോ, ഒരു മുസ്ലിമിന്റെ സീറ്റ് ഞങ്ങൾക്ക് തരുമോ. അങ്ങനെ ബംഗാളിലെ മുസ്ലിമീങ്ങൾ മാത്രം കൂടിയ ഒരു സ്ഥലത്ത് സീറ്റ് കൊടുത്തു, മുസ്ലിമീങ്ങളായ ഒരു മുസ്ലിം നേതാവ് മാറിക്കൊടുത്തു, അദ്ദേഹത്തെ ജയിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഭരണഘടന നിർമ്മാണ സഭയിലെത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഭരണഘടന കൊണ്ടാണ് ഇന്ന് നമ്മൾ നിക്കരിക്കുന്നതും പള്ളിയിൽ പോണതും. എങ്ങനെ അദ്ദേഹത്തിന് വരാൻ പറ്റിയത്? മുസ്ലിം പ്രദേശത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടു, ഒരു ഹിന്ദുവിനെ ജയിപ്പിച്ചു വിട്ടു. ഈ ചരിത്രം നമ്മൾ പഠിക്കണം. അങ്ങനെ അദ്ദേഹം ജയിച്ചു വന്നു. വൈസ്രോയി നെഹ്റുവിനോട് പറഞ്ഞു, ഇനി നിങ്ങൾ നിയമം ഉണ്ടാക്കുക, മുസ്ലിം സമുദായത്തിന്റെ എല്ലാ താല്പര്യങ്ങളും അവർ വെട്ടിമാറ്റി, വോട്ടിനിടുമ്പോൾ ഒക്കെ പരാജയപ്പെടുകയാണ്. മുസ്ലിം ഒക്കെ വെട്ടി. അവസാനം അന്നത്തെ മുസ്ലിം നേതാക്കന്മാർ നെഹ്റുവിനോട് പറഞ്ഞു, ഗാന്ധിജിയോട് പറഞ്ഞപ്പോൾ ഉഭയകക്ഷി ചർച്ച. അന്ന് നമ്മുടെ നേതാക്കന്മാരെ പറഞ്ഞു, വോട്ടിനിട്ടാൽ നമ്മൾ തോൽക്കും, ഉറപ്പല്ലേ, തോൽക്കും, ന്യൂനപക്ഷല്ലേ. അപ്പോൾ ഒരു സൗഹാർദ്ദത്തിലൂടെ അങ്ങനെ ഉണ്ടാക്കിയ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാ ഞാൻ പറയണമെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണം, ഏത് രാജ്യത്താണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും മുസ്ലിം സമുദായത്തിനോട് അനുഭാവമുള്ള ഏത് മതക്കാരെയും വിജയിപ്പിക്കാനും അവരെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മളെ കൂട്ടിപ്പിടിക്കാൻ കഴിയണം. അന്ന് അംബേദ്കറെ എല്ലാവരും പരാജയപ്പെടുത്തിയപ്പോൾ മുസ്ലിമീങ്ങൾ വിജയിപ്പിച്ചത് കൊണ്ടല്ലേ നമുക്ക് ഇന്ന് ഭരണഘടനയിൽ ഈ ഒരു സുന്ദരമായ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് കിട്ടിയത്. ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദങ്ങൾ മുഴുവൻ അങ്ങനെ കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ബീഹാറിൽ സംഭവിച്ച പോലെ ഇനി എങ്ങനെ വരികയാണെങ്കിലും എന്താണെങ്കിലും ഭൂരിപക്ഷം അവർക്കായിരിക്കും. ന്യൂനപക്ഷത്തിന് എല്ലാവരും വോട്ട് ചെയ്ത് നിൽക്കുക, 100% നമ്മൾ വോട്ട് ചെയ്ത് എന്ത് കിട്ടാൻ പറ്റും? അപ്പൊ ഇവിടെ നമ്മൾ വേണ്ടത്, പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, ഈ ഒരു സ്നേഹത്തോടു കൂടെയുള്ള സമീപനങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് വികാരമൊഴിവാക്കി വിവേകത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമുക്ക് ഭരണഘടനയെ സുരക്ഷിതത്വം കിട്ടിയത് അതുകൊണ്ട് മാത്രമാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. അപ്പൊ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്, അത് കഴിഞ്ഞാൽ പിന്നെയും തെരഞ്ഞെടുപ്പ് വരും. ഇതൊന്നും മറന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ച പോലെ, ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കുറച്ചാണെങ്കിലും അതിന് വലിയ ഫലമുണ്ടാകും. നമ്മുടെ ശബ്ദങ്ങൾക്ക് വലിയ വിലയുണ്ടാകും, സ്വരങ്ങൾക്ക് വലിയ വിലയുണ്ടാകും, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായവും ഉണ്ടാവും. ഖുർആൻ തന്നെ പറയുന്നത്, വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ പരസ്പരം ഓരോ ന്യൂനതകൾ കുത്തിപ്പൊക്കി അന്വേഷിച്ച് കൊതുകിനെ പോലെയാവരുത്, മണത്ത് നടക്കാൻ പാടില്ല. കുറവുകളും കുറ്റങ്ങളും ഇല്ലാത്ത ആരാണ് ലോകത്തുള്ളത്? എല്ലാവർക്കും കുറ്റങ്ങളും കുറവുണ്ട്, ശവനം കാണൂല. നമ്മളെല്ലാരെയും കണ്ണുകൊണ്ട് കാണും. കണ്ണിൽ ഒരു ചെറിയ ഒരു പൊടി വീണാൽ നമ്മൾ എന്നെ കണ്ണിൽ എന്താ വീണ് നോക്കിക്കാറിയും അല്ലേ? ഇതുകൊണ്ടാണ് എല്ലാം കാണുന്നത്. അവനാന്റെ കണ്ണ് കൊണ്ടാണ് ലോകത്തെ എല്ലാം കാണുന്നത്. ആ കണ്ണുക്ക് ഒരു ചെറിയ കരട് പോയാൽ മതി,
മറ്റൊരുത്ത് ഊതി കൊടുക്കണം, മറ്റൊരുത്തങ്ങ് തുറന്നു നോക്കണം. നമുക്ക് നമ്മളെ കണ്ണ് കാണാൻ കഴിയണില്ല. അതാ മനുഷ്യന്റെ അവസ്ഥ. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് കാണാൻ പറ്റൂല. നമ്മൾ മറ്റുള്ളവരെ നോക്കി നടക്കും, മറ്റുള്ളവരെ നോക്കി. അതല്ല വേണ്ടത്. അഹമ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഇബ്ലീസിനെ കണ്ടാൽ എനിക്കൊന്ന് കാണിച്ചു തരണം. എന്താ, ഇബ്ലീസ് ഏറ്റവും വലിയ ശത്രുവാണ്, എന്നാലും ശരി ഇബ്ലീസിനെ കാണിച്ചു തരുന്ന നസീഹത്ത്, എന്ത് ഒരു ഗുണകാംക്ഷ ഒന്ന് പറഞ്ഞു വെക്കാറോ ഉപദേശം വെക്കാറോ? ഇബ്ലീസിനെ ഉപദേശിച്ചുള്ള കാര്യമുണ്ടോ? ശത്രുവിനെ ശത്രുവായി കണ്ട് പരാജയപ്പെടുത്തുന്ന അവസ്ഥ. എതിരാളി നശിപ്പിക്കണം, എതിരാളി നശിപ്പിക്കപ്പെടണം എന്ന ചിന്തയിലേക്ക് നമ്മൾ വരാൻ പാടില്ല. അതാ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം തകർക്കുകയാണ്, അടുപ്പിക്കേണ്ടതിന് പകരം അടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ താൽക്കാലിക ലാഭങ്ങളും നേട്ടങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ കഴിയും, തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിയും. പക്ഷെ നമ്മുടെ ബന്ധങ്ങൾ വിള്ളലുണ്ടാകാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ നിയമസഭയും ഗ്രാമസഭയും ലോകസഭ മാഷറ വൻസഭ ആലോചിച്ച് നോക്കുക. അള്ളാഹു അവിടെ നിന്ന് ചോദ്യം ചെയ്യല് നമ്മൾ മറ്റൊരുത്തിന് കൊടുത്ത ചീത്തവിളിയും ഗീബത്തിന്റെ നിയമത്വമായിരിക്കും. നമ്മുടെ അമലുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും, എല്ലാം അങ്ങോട്ട് കൊടുക്കപ്പെടും. നമുക്ക് എന്താ ഉണ്ടാവുക? ഏത് സമയത്താ മനുഷ്യന്റെ മരണം അറിയാൻ പറ്റുമോ? നമ്മൾ കണ്ടില്ലേ പത്രങ്ങളൊക്കെ എത്ര വേദനിക്കുന്ന ചിത്രമാണ്. പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഉംറ നിർവഹിച്ച് പലവട്ടം ഉംറ നിർവഹിച്ചുകൊണ്ട് വദാഇന്റെ തവാഫും കഴിഞ്ഞ് പാവപ്പെട്ട ഹൈദരാബാദിലെ 45ഓളം വരുന്ന പ്രായം ചെന്ന ആളുകളടക്കമുള്ള സ്ത്രീകളടക്കമുള്ള ഉംറ സംഘം മുത്തുനബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മദീനയിലേക്ക് പോകുമ്പോൾ ഡീസൽ ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ച് കത്തിക്കരഞ്ഞ് ശവങ്ങൾ പോലും ജഡങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചാരമായി മാറിയത് കഴിഞ്ഞ ദിവസമാണ്. എല്ലാം കഴിഞ്ഞു, എല്ലാ സ്വപ്നങ്ങളും കഴിഞ്ഞു. പരിശുദ്ധ മദീനയിലേക്ക് പോകുമ്പോൾ സെൽഫി എടുത്ത് വീഡിയോ എടുത്ത് ഗ്രൂപ്പിലേക്ക് അവർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകും. മനുഷ്യന്റെ കഥ അത്രയേ ഉള്ളൂ. ഗർഭിണിയായ പ്രിയപ്പെട്ട ഭാര്യയെ പ്രസവ സമയത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി ഗൾഫിൽ വന്ന് ചെറുപ്പക്കാരൻ ചേളാരിയിൽ വണ്ടി കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് നിർത്തി പുറത്തിറങ്ങിയപ്പോൾ വണ്ടി കത്തി ചാരമാവുകയാണ്. വണ്ടി കത്തി പൊള്ളലേറ്റു, ആശുപത്രി കൊണ്ടുവന്നു. ഇവിടുന്ന് നേരെ എയിംസിലേക്ക് ഡൽഹിയിലേക്കാണ് കൊണ്ടുപോയത്. രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യനേക്കാൾ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒന്നും ലോകത്തില്ല. എന്തിനാണ് പിന്നെ നമ്മൾ പരസ്പരം വിദ്വേഷം വെക്കുന്നത്? എന്തിന്? വാർഡിലെ വിജയത്തിന് വേണ്ടി. നമ്മൾ സ്വതന്ത്രരാവണം. ഒരാളോട് പകയുണ്ടെങ്കിൽ, രാഷ്ട്രീയപരമായി പക ഉണ്ടെങ്കിൽ, അപ്പുറത്ത് മത്സരിക്കുന്നവന് പക, സീറ്റ് കിട്ടാത്തപ്പം പക, ഈ പക നമുക്കുണ്ടെങ്കിൽ ഏത് വിഷയത്തിലാവട്ടെ നമ്മൾ ബന്ധനസ്ഥ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരാണ്. നമ്മൾ പറയും ഞാൻ ഫ്രീ ആണ്, വലിയ തിരക്കൊന്നുമില്ല, ചുറ്റുപാടൊന്നുമില്ല, ഞാൻ ഫ്രീ ആണ്. നമുക്കൊരാളുടെ അസൂയുണ്ടോ? നമ്മൾ പൂർണ്ണമായും ബന്ധനസ്ഥലത്തിലാണ്, നമ്മൾ ബന്ധനത്തിലാണ്, നമ്മൾ ലോക്കിലാണ്. സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ സ്ഥാനമാനങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. ഹാറൂൺ റഷീദിന്റെ മുമ്പിലേക്ക്, ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരി ഉണ്ടായിരുന്നു, വലിയ രാജാവാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് പോലെ സാമ്പത്തിക നേട്ടം കൈവരിച്ച മറ്റു സുൽത്താൻമാരില്ല. അത്രയും ആയിരക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയുള്ള പല സാമ്രാജ്യങ്ങളെയും ഭരിച്ചിരുന്ന ആളാണ് ആര്? ഹാറൂൺ റഷീദ്. അന്ന് പറയപ്പെട്ട എന്താ അറിയോ? ലോകത്ത് എവിടെ മഴ പെയ്ത് മുളച്ചാലും ആ കൃഷിയുടെ നികുതി, അതിന്റെ ഒരു അംശം എൻ്റെ ഖജനാവിലേക്ക് എത്തും. അത്രയും വിശാലമായ ഭൂപ്രദേശങ്ങൾ ഹാറൂൺ റഷീദിന് കീഴിലുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ബുഹുലൂൽ എന്ന ഒരു സൂഫിയായ ഒരു പണ്ഡിതനോട് സങ്കടം പറയാം. ബുഹുലൂൽ, അങ്ങ് സൂഫിയാണല്ലോ, അങ്ങൊരു തത്വജ്ഞാനിയും ആത്മജ്ഞാനിയും മതപണ്ഡിതനുമാണല്ലോ, അങ്ങനെയൊരു സമാധാനം ഉണ്ടാക്കി തരണം. ഹാറൂൺ റഷീദ് പറയാൻ ബുഹുലൂലിനോട്. ആ ബുഹുലൂൽ എന്ന സാധുവായ പണ്ഡിതൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ ഹാറൂൺ റഷീദ് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ദുനിയാവ് എന്നുള്ള ചിന്തയാണ്, എൻ്റെ മനസ്സിൽ ദുനിയാവ് എന്നുള്ള ചിന്തയാണ്. ഭരണം, നേട്ടം, സ്ഥാനങ്ങൾ, പണം എന്ന ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ല. അതുകൊണ്ട് ഈ ചിന്ത എൻ്റെ മനസ്സിൽ കടന്നിങ്ങനെ ഇളകുകയാണ്, എനിക്കൊരു സ്വസ്ഥത കിട്ടണില്ല. അതങ്ങനെ പരാതി പറഞ്ഞ് നിങ്ങൾ ദ്വാരക്കി, നിങ്ങൾ എനിക്കൊരു പരിഹാരം പറഞ്ഞു തരണം ഇത് പറഞ്ഞു. അപ്പോ ആത്മജ്ഞാനിയായ ബുഹുലൂൽ എന്ത് ചെയ്തു എന്നോ, ഒരു വലിയ തൂണുണ്ടായിരുന്നു, ഒരു കല്ലിന്റെ തൂണ്. ആ തൂണുമ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നൊന്ന് കഴിച്ചിലാക്കി തരുമോ, എന്നെ രക്ഷപ്പെടുത്തൂ, എന്നെ രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ആത്മജ്ഞാനിയായ ബുഹുലൂൽ ആ വലിയ ഒരു കല്ലിന്റെ തൂണ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വിടാൻ കഴിയുന്ന, രക്ഷപ്പെടുത്തു, രക്ഷപ്പെടുത്തു. അപ്പൊ ഹാറൂൺ റഷീദ് പറഞ്ഞു, അങ്ങേക്ക് എന്തു പറ്റി? അങ്ങ് വലിയ പണ്ഡിതൻ, അങ്ങേക്ക് എന്തു പറ്റി? നിങ്ങൾ ആ തൂണിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് എന്നെ കഴിച്ചിലാക്കുന്നു എന്ന് പറയുന്നു. അങ്ങേക്ക് ആ വിടിയാണെന്ന് ആ പിടുത്തം വിട്ടാൻ പോരെ? ഈ കല്ലിന്റെ വലിയ തൂണുമ നിങ്ങൾ പോയി കെട്ടിപ്പിടിച്ചിട്ടല്ലേ, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തു, എന്നെ രക്ഷപ്പെടുത്തു എന്ന് വിളിച്ചു പറയണം ബുഹുലൂൽ എന്ന പണ്ഡിതൻ. അങ്ങ് എന്താ ചെയ്യണം? അങ്ങ് ആ ഒരു വലിയ തൂണിൽ നിന്ന് കൈ വിട്ടാൻ പോരെ? അപ്പൊ ബുഹുലൂൽ പറഞ്ഞു കൊടുത്തു, ഇതന്നെ നിങ്ങളെ അവസ്ഥ. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടണം, സമാധാനം കിട്ടണം. നിങ്ങൾക്ക് അധികാരം ഒഴിവാക്കി പോരെ? ആ സ്വത്തും ദുന്യാവും ഭൗതിക താല്പര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ പോരെ? ഞാൻ നിങ്ങൾക്ക് ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചിട്ട് എന്താണെന്ന് ബുഹുലൂൽ മറുപടി കൊടുക്കുന്നുണ്ട്. ബുഹുലൂൽ കൊടുക്കുന്ന മറുപടി ഏതാണ്?
ഇതുപോലെ നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ സമാധാനമില്ല എന്ന് നമ്മൾ വെറുതെ പറയുകയാണ്. അതുകൊണ്ട് താല്പര്യങ്ങൾ ഉണ്ടാകും, ആഗ്രഹങ്ങൾ ഉണ്ടാകും, പക്ഷെ അതൊന്നും നമ്മുടെ ദീൻ നശിപ്പിക്കുന്നതാവാൻ പാടില്ല. തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാലും പരസ്പരം മനസ്സറിഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു നമ്മുടെ മയ്യത്ത് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ മയ്യത്തിന്റെ ബാക്കിൽ സുഫ് കെട്ടിയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പെടക്കുന്ന ഹൃദയത്തോടെ പറയാൻ കഴിയണം. കുശുമ്പും വിദ്വേഷമുള്ള ആളുകളൊക്കെ മരിച്ചാലൊക്കെ വരും, അനുസ്കരിച്ചാണ്ട് പോകും, ഇത്രയേ ഉള്ളൂ. അതൊക്കെ ആൾക്കാരെ ബോധിപ്പിക്കാനാണ്, എല്ലാ മനുഷ്യന്മാരെ ബോധിപ്പിക്കാനാണ്. അല്ലാതെ ഈ മയ്യത്തിന് ഉപകാരം കിട്ടണം, ഈ മയ്യത്തിന്റെ കബറിലേക്ക് എന്റെ പ്രാർത്ഥന ഫലിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടല്ല. പറയപ്പെടാതെ കഥ ഉണ്ടല്ലോ, വില്ലേജ് ഓഫീസറുടെ അമ്മ മരിച്ചു. വില്ലേജ് ഓഫീസറുടെ ഉമ്മ മരിച്ചപ്പോൾ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ കാണാൻ പോകുന്നുണ്ട്. വീട്ടിലെ മരണ വീട്ടിലേക്ക് എത്താൻ നേരത്താ പറഞ്ഞത് അമ്മ അല്ല മരിച്ചത്, വില്ലേജ് ഓഫീസറാണ് മരിച്ചത്. അപ്പോൾ പോകുന്ന ആൾക്കാർ പറഞ്ഞു, എന്നാൽ നമ്മൾ തിരിച്ചു പോവാ, ഇനി പോയിട്ട് കാര്യമില്ല, കാരണം മൂപ്പരെണ്ണം മരിച്ചു, ഇനി പോയിട്ട് എന്താ കാര്യം. അമ്മയാണെങ്കിൽ നമ്മളൊക്കെ ഒന്ന് കണ്ടാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടും, പേപ്പറൊക്കെ ഒപ്പിട്ടാൻ സാധ്യത ഉണ്ട്, അയാളെ സോപ്പിടാനൊക്കെ കഴിയുമായിരുന്നു. ഇതിപ്പോൾ അയാളെന്നെ മരിച്ചു, പിന്നെ എന്തിനാ പോണത്? ഇതാപ്പോൾ നമ്മളെ അവസ്ഥ. മരണപ്പെട്ടോടത്ത് പോകുന്നതും മറ്റുള്ളടത്ത് പോകണമൊക്കെ രാഷ്ട്രീയക്കാരും മത്സരിക്കുന്നവരൊക്കെ പോകും, കല്യാണത്തിനും മരിച്ചോടത്തൊക്കെ പോകും. എന്തിനാണ്? അവനാണ് നേട്ടങ്ങൾക്ക് വേണ്ടി. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഒരു മുസ്ലിമായ മനുഷ്യൻ നിയ്യത്ത് നന്നാക്കുക. എന്ത് ചെയ്താലും നല്ല നിയ്യത്തിലായി നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിയ കൂലി കിട്ടും. രാഷ്ട്രീയവാദം നമ്മിലേക്ക് വരാൻ പാടില്ല. നമ്മൾ ചിന്തിക്കും എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരായാൽ മതി, പോരാ. വലിയ വലിയ പഞ്ചായത്ത് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥന്മാരും കലക്ടർമാരും ആയാൽ പോരാ. കലക്ടറെ പോലും ഇരുത്താനെടുത്ത് ഇരുത്താൻ കഴിയല് രാഷ്ട്രീയക്കാർക്കാ. അതുകൊണ്ട് ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് മുന്നിട്ട് വരണം, രാഷ്ട്രീയ പ്രവർത്തകരായി മാറണം. രാഷ്ട്രീയ പ്രവർത്തനം നല്ല നെയ്യത്തിൽ ദീനിനു വേണ്ടിയാക്കണം. എൻ്റെ മകനെ വെറും ഒരു എഞ്ചിനീയറും ഡോക്ടറും ആക്കിയാൽ, അല്ലെങ്കിൽ എൻ്റെ മകനെ കലക്ടറാക്കിയാൽ ആ കലക്ടർ പോലും ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞനുസരിച്ചാൽ ചെയ്യേണ്ടില്ല. ഒരു മന്ത്രി വരുമ്പോൾ പോടാ വാടാന്ന് പറഞ്ഞു പോകേണ്ടി വരും. സംഗതി യോഗ്യത ആർക്കെന്നുള്ളതല്ല. അതുകൊണ്ട് രണ്ടും വേണം. അരാഷ്ട്രീയവാദം ചെറുപ്പക്കാരിലേക്ക് വരാൻ പാടില്ല. പുതിയ തലമുറ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കാൻ, അവർക്ക് എന്ത് വോട്ട്, എന്ത് വോട്ടർ ലിസ്റ്റ്, അവർക്ക് എന്ത് ഇലക്ഷൻ, അതൊന്നൊക്കെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് മറ്റൊരു തള്ളാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. കാരണം നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ ഉയർച്ചക്കും പുരോഗതിക്കും വേണ്ടി എല്ലാം വേണം. അതാണ് നിയ്യത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ. നിയ്യത്ത് നന്നായെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. മനോഹരമായ തേവസ്ഥത പാടിയ രണ്ട് വരിയാണ്. നിയ്യത്ത് നന്നായെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. പള്ളിയിൽ നിസ്കാരവും ദിക്റും സലാത്തുമായി കഴിഞ്ഞുകൂടുന്ന ഒരുത്തൻ എപ്പോഴും ദിക്റും സലാത്തുമാണ്, എപ്പോഴും സുന്നത്ത് നിസ്കാരം ഇഅ്തികാഫുമാണ്. പക്ഷേ അയൽവാസികൾക്കോ നാട്ടുകാർക്കോ അവനെ കൊണ്ടൊരു ഉപകാരവുമില്ല. മറ്റൊരുത്തനോ കൂടുതൽ സമയം ദിക്ർ ചെല്ലാൻ അവനക്ക് കഴിയുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാനും രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനും വിവാഹപ്രായമെത്തിയ പാവപ്പെട്ട പെൺകുട്ടികൾ കെട്ടിച്ചു കൊടുക്കാനും വേണ്ടി വണ്ടിപ്പായുന്നൊരുത്തൻ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോവാൻ, വിത്ർ നഷ്ടപ്പെട്ടു പോവാണ്, ദുഹാ നഷ്ടപ്പെട്ടു പോവാൻ. ഫർള് മാത്രം നിസ്കരിക്കാൻ സമയം കിട്ടുന്നുള്ളൂ, ബാക്കി മുഴുവനും ജനസേവനത്തിനാണ്, സാധുക്കൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിനാണെങ്കിൽ അല്ലാഹുവിന്റെ മുത്തുനബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യമുള്ളവനും പ്രതിഫലമുള്ളവനും ഇബാദത്തുകൾ മുഴുകി കഴിയുന്നവനല്ല, ജനങ്ങളോടൊപ്പം കഴിയുന്നവനാണെന്ന് ഖാല റസൂലുള്ളാഹി. പാവപ്പെട്ടവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഞാൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ എൻ്റെ പള്ളിയിൽ 2 മാസം ഇഅ്തികാഫിരുന്ന് ഇബാദത്തെടുക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ളതും പ്രതിഫലമുള്ളതും മറ്റാളുകളുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനും അവരെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാനുള്ള പ്രവർത്തനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാനാ പറഞ്ഞത്, പള്ളിയിലെ ഖത്തീബിനേക്കാളും കൂടിയിട്ട് ഒരു വാർഡ് മെമ്പർക്ക് നിയ്യത്ത് നന്നാക്കണം, കാര്യങ്ങളായി മനസ്സിലാക്കണം. പക്ഷെ ലക്ഷ്യം അമ്മ ആകാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വില്ലേജ് ഓഫീസർ അമ്മ മരിച്ചെടുത്ത് പോകണ മാതിരി ലക്ഷ്യം മാറാൻ പാടില്ല. ലക്ഷ്യമാണ് വിഷയം. ഏത് അമലുകളും ഞാൻ ഇപ്പോൾ പ്രസംഗിക്കണം, നിങ്ങൾ വന്നൊക്കെ ലക്ഷ്യത്തിനായിരിക്കുക. നമ്മൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് നമ്മൾ പറയല്ലോ, എന്ത് അടച്ചോനെ സാഹചര്യം കൊണ്ട് തെറ്റ് ചെയ്താണ് അതുകൊണ്ട് എന്നെ ശിക്ഷിക്കരുതേ. അള്ള പറയാണ്, എടാ നീ ചെയ്ത് തെറ്റ് സാഹചര്യം കൊണ്ടാണെങ്കിൽ നീ ചെയ്ത് നന്മയും സാഹചര്യം കൊണ്ടല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ നമുക്ക് മറുപടി വരേണ്ടത്? നമ്മൾ ചെയ്യണം, നിങ്ങളൊക്കെ പള്ളിയൊക്കെ സാഹചര്യം കൊണ്ടല്ലേ, നമ്മളൊക്കെ വാപ്പിയും ഈ മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കണ്ടറിഞ്ഞിട്ട് വന്നു വെച്ചാൽ എന്താ പറയാ? തിന്മ ചെയ്തൊക്കെ അപ്പൊ നമ്മൾ പറയും, തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും സാഹചര്യം കൊണ്ട് ചെയ്താണ്, സമ്മർദ്ദം കൊണ്ട് ചെയ്താണ്. ഈ നന്മകളൊക്കെ ഇങ്ങനല്ലേ? നമ്മളെന്റെ വാപ്പിയും ഇന്നൊരു മൂല്യരാക്കാൻ പറ്റും, അതുപോലെ ഹത്തീബായി ഹുത്തുബോധിയ വലിയ കൂലിട്ടും മൂല്യരാൻ വലിയ കൂലിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു. എന്റെ സാഹചര്യം എങ്ങനായി, എനിക്ക് എന്തിനാ ഞാൻ കൂലി തരുന്ന പടച്ചും ചോദിച്ചാൽ എന്താ നമുക്ക് ഉണ്ടാവുക? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളി.
അതുകൊണ്ട് നന്മകളിൽ അഹങ്കരിക്കാൻ നമുക്കൊരു ചുക്കുമില്ല. എത്രമേൽ നന്മകളുടെ കൂമ്പാരങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിൽ അഹങ്കാരത്തിന് അവകാശം നമുക്കില്ല. നമ്മൾ കൈമലർത്തുക, എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുക. അള്ളാഹു നെയ്യത്ത് നന്നാക്കി തരട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു സഹോദരി ഇന്ന് ഓപ്പറേഷനാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ഉമ്മയുടെ ഓപ്പറേഷൻ വിജയകരമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ അസുഖങ്ങളും അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു സഹോദരൻ സ്ട്രോക്ക് വന്ന് മിംസ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ, പരിപൂർണമായ ആശ്വാസം നൽകി ആഫിയത്ത്